ഹലോ ഗൈസ്, അപ്പം നമ്മളിന്ന് വന്നിരിക്കുന്നത് ബൺ മസ്കയും ഇറാനി ചായയും ഉണ്ടാക്കാനാണ്. അപ്പോൾ ഓൾറെഡി ഇത് ട്രെൻഡ് ഔട്ടായ റെസിപ്പിയാണ്. അപ്പോൾ ഞാനിപ്പോൾ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുന്നത്. ഇതിനായിട്ട് നമുക്ക് വേണ്ടത് മിൽക്ക് മെയ്ഡ്, ബട്ടർ, ബണ്ണാണ്. ആദ്യം മിൽക്ക് മെയ്ഡും ബട്ടറും നമ്മളൊരു പാത്രത്തിൽ എമൗണ്ട് ഓഫ് എടുത്തിട്ട് നമ്മൾ നല്ലോണം മിക്സ് ആക്കുക. നമുക്ക് ഇഷ്ടമുള്ള എമൗണ്ട് എടുക്കുക. എത്രയാണോ എമൗണ്ട് നിങ്ങൾക്ക് വേണ്ടത് അത്ര എമൗണ്ട് നിങ്ങൾക്ക് എടുത്തിട്ട് നല്ലോണം മിക്സ് ആക്കുക. അതിനുശേഷം 2 ബൺ എടുത്തിട്ട് നല്ലോണം പീസാക്കുക. നല്ലോണമല്ല, പീസാക്കുക. 2 ഭാഗമായിട്ട് പീസാക്കുക. അതിനുശേഷം അത് ജസ്റ്റ് മൊരിച്ചെടുക്കുക. മൊരിച്ചെടുക്കുമ്പോൾ ബട്ടർ ചേർക്കുക. അപ്പം നല്ല ടേസ്റ്റ് കൂടും, നല്ലോണം മൊരിയുകയും ചെയ്യും. അപ്പം ഞാനങ്ങനെ മൊരിച്ച് കരിച്ച് വെച്ചിട്ടുണ്ട് ഇവിടെ. രണ്ട് ബന്നും നമുക്കങ്ങനെ മൊരിച്ചെടുക്കാം. അതിനുശേഷം നമുക്ക് എന്താക്കാം, നമ്മൾ ഓൾറെഡി ഉണ്ടാക്കി വെച്ച ആ മിൽക്ക് മെയ്ഡിൻ്റെ മിൽക്ക് മെയ്ഡും ബട്ടറും കൂടിയിട്ടുള്ള സൊല്യൂഷൻ നമുക്ക് ഇതിലേക്ക് ഫില്ലാക്കാം. 2 ഭാഗത്തേക്കായിട്ട് നമുക്ക് ഫില്ലാക്കി വെക്കാം. ഈ മിൽക്ക് മെയ്ഡിൻ്റെ നല്ലോണം ഫില്ലാക്കി അതിനനുസരിച്ച് നല്ല ടേസ്റ്റ് കൂടും. കുറച്ചാക്കുമ്പോൾ ടേസ്റ്റ് കുറയും. അപ്പം ഞാൻ നല്ലോണം ആക്കുന്നുണ്ട്. അതിന് ശേഷം നമ്മൾ ഇറാനി ചായ ഉണ്ടാക്കാനായിട്ട് പാലെടുക്കുക. അതിൻ്റെ പാലിലേക്ക് നമ്മൾ മിൽക്ക് മെയ്ഡ് ഒഴിക്കുക. അത് നിങ്ങളുടെ എമൗണ്ട് അനുസരിച്ച് നിങ്ങൾക്ക് ഒഴിക്കുക. എന്നിട്ട് അത് നല്ലോണം പതക്കുന്ന വരെ ആക്കുക. അപ്പം അത് അവിടെ നിന്ന് ആകുന്നതോടെ തന്നെ അതിൻ്റെ അപ്പുറമായിട്ട് നമ്മൾ ജസ്റ്റ് വെള്ളം വെക്കുക തിളക്കാൻ. അതിൽ എന്നിട്ട് ജസ്റ്റ് സ്പൈസസ് ഇടുക. സ്പൈസസും അതുപോലെ തന്നെ ചായപ്പൊടി, തേയില അതിടുക. അപ്പോൾ അത് നല്ലോണം തിളച്ച് വരുമ്പോൾ അത് മാറ്റി വെക്കുക. അതിനുശേഷം നമ്മൾ ഗ്ലാസ്സിൽ ആദ്യം നമ്മൾ പാലും മിൽക്ക് മെയ്ഡും ഇല്ലേ, അത് ആദ്യം ഒഴിക്കുക. അതിനുശേഷം ഈ തേയിലയും സ്പൈസസ് ഇട്ടത് ഒഴിക്കുക. അതിനുശേഷം ഇത് മിക്സ് ആക്കുക. അപ്പോൾ നമ്മൾ ഇറാനി ചായയും ബൺ മസ്കയും ഇവിടെ റെഡിയായി. അപ്പോൾ നമ്മൾ സിമ്പിൾ റെസിപ്പിയാണ്. ഈ റെസിപ്പി നിങ്ങളൊന്ന് ട്രൈ ചെയ്തിട്ട് പറ. ഓക്കെ, ബൈ ഗൈസ്.